സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരും. ഇന്ന് 9 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. നദികളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ ജാഗ്രത പാലിക്കാനും ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ശക്തമായൊരു മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ മഴക്കെടുതികളിൽ നിന്നുള്ള മുന്നൊരുക്കങ്ങൾ ഇതിനോടകം തന്നെ നടക്കേണ്ട ഒരു സാഹചര്യം കൂടിയല്ലേ ഉള്ളത്? വിഷ്ണു, സംസ്ഥാനത്ത് മഴ തുടരുന്നതാണ്. അത് 5 ദിവസം കൂടി ശക്തമായി തന്നെ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത്. ഇന്ന് 9 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ശക്തമെന്ന് പറയുന്നത് 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാം. ഇതിനെയാണ് ശക്തമായ മഴ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പിൽ പറയുന്നത്. ജലനിരപ്പുകൾ നദികളിൽ ഉയരാൻ സാധ്യതയുണ്ട്. ചില മേഖലകൾ, അതായത് കാസർഗോഡ് അടക്കമുള്ള ചില സ്ഥലങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അത്തരം മേഖലകളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ള മേഖലകളിലെല്ലാം ജാഗ്രത പാലിക്കണം. നദിയിലേക്ക് ഇറങ്ങരുത്, നദി മുറിച്ചു കടക്കാൻ ശ്രമിക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിൽ ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരടക്കം ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. അതോടൊപ്പം പ്രളയ സാധ്യതാ പഠനങ്ങളുള്ള അല്ലെങ്കിൽ പ്രളയ മുന്നറിയിപ്പുകൾ പറഞ്ഞിട്ടുള്ള ജില്ലകൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലെല്ലാം അതത് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പുകൾ മാനിക്കണമെന്നതടക്കമുള്ള നിർദ്ദേശമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. വരുന്ന 5 ദിവസവും മഴ ശക്തമായി തന്നെ തുടരും. നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, അതുപോലെ തന്നെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റന്നാളും സമാനമായ രീതിയിൽ തന്നെ ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 25-ാം തീയതി 5 ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, തൃശ്ശൂർ ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് മഴ മുന്നറിയിപ്പിൻ്റെ ഒരു പശ്ചാത്തലമുള്ളത്. തലസ്ഥാന നഗരിയിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ സാമാന്യം മഴ ഇന്ന് തോർന്നു നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്ത് അടക്കം ഇന്ന് മഴ പെയ്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തെക്കൻ കേരളത്തിലും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൊന്നും അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമില്ല. എന്നാൽ മഴയ്ക്ക് സാധ്യത തള്ളിക്കളയാനാകില്ല എന്നടക്കമുള്ള കാര്യങ്ങളുമുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ ഏതാനും ഇടങ്ങളിൽ, ഒറ്റപ്പെട്ട ഇടങ്ങളിലെല്ലാം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പിലൂടെ പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വരുന്ന ദിവസങ്ങളിലും, അതായത് ഈ വരും ദിവസങ്ങളിലും, അതായത് 5 ദിവസം, അടുത്ത 5 ദിവസം അടക്കം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നതടക്കമുള്ള മുന്നറിയിപ്പും പറയുന്നുണ്ട്. എന്തായാലും മഴ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് വീണ്ടും തുടരുകയാണ്. കാലവർഷം ശക്തമായി പെയ്യുന്നൊരു സാഹചര്യമുണ്ട്. തലസ്ഥാന നഗരിയിൽ ഇന്ന് മഴയുണ്ടായില്ല. തിരുവനന്തപുരത്തും കൊല്ലത്തും അടക്കമുള്ള ജില്ലകളിൽ മഴ തോർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തലസ്ഥാന ജില്ലയിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് പൂർണ്ണമായും ഇന്നത്തെ ദിവസം മഴ തോർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതാനും ഇടങ്ങളിൽ മാത്രം ചെറിയ തോതിൽ മഴച്ചാറ്റലുണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ശക്തമായ രീതിയിലോ വലിയ കാര്യമായ രീതിയിലോ മഴ പെയ്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തെളിഞ്ഞ ആകാശമായിരുന്നു ഉണ്ടായിരുന്നത്. തെക്കൻ തിരുവനന്തപുരത്തെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും മറ്റ് ജില്ലകളിൽ, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ മഴ ശക്തമായി പെയ്യുന്നുണ്ട് എന്നതടക്കമുള്ളൊരു വിവരവും ലഭിക്കുകയും ചെയ്യുന്നു. എന്തായാലും 5 ദിവസം കൂടി മഴ തലസ്ഥാനത്ത് തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പിലൂടെ പറയുന്നത്. വിഷ്ണു, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.